ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അനലിറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലം ചെയ്തെങ്ങനെ നോക്കാം. ശരി, അപ്പോൾ നമുക്കിവിടെ ഒരു ഫോർ സിസ്റ്റം ഉണ്ട്. ഞാൻ ആദ്യം ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുക. റൈറ്റ്, ഇതാ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, മറ്റൊരു ഫോഴ്സ് ഇതാ ഇങ്ങനെ ഉണ്ട്, മറ്റൊരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ശരി, ഇത് നമ്മുടെ ആക്സിസ് ആണ്. എക്സ് വൈ ഡെഫിനറ്റ്ലി -x ആയിരിക്കും, -5 ആയിരിക്കും. അപ്പോൾ അതാ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് F1, അതിൻ്റെ ആംഗിൾ θ1 വിത്ത് ഹൊറിസോണ്ടലാണ്. F2 ഫോഴ്സ് ഉണ്ട്, മേക്ക് ആംഗിൾ θ2. അതേപോലെ ഇവിടെ ഒരു ആംഗിൾ θ3, ഇവിടെ ഒരു ആംഗിൾ θ4. F4 ആണ്. ശരി, അപ്പോൾ നമുക്കറിയാം ഫോർ ഇക്വിലിബ്രിയം നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാഫിക്കലി ചെയ്യുകയാണെങ്കിൽ ഇത് വരച്ച് നോക്കുമ്പോൾ എന്ത് കിട്ടണം? ഒരു ക്ലോസ്ഡ് ട്രയാങ്കിൾ കിട്ടണം. ഇവിടെ നമുക്ക് അങ്ങനെയല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ബോർഡ് എക്സാമിന് എഴുതുകയാണെങ്കിൽ അത് അനലിറ്റിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. സിഗ്മ എഫ് എന്ന് പറയുന്നതിനെ അയാളുടെ കമ്പോണൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റും അതേപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സംഭവമായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് ഇങ്ങനെ നമ്മൾ എഴുതാം സാധാരണ IJK വെച്ചിട്ടാണ്, അല്ലെങ്കിൽ IJK, അങ്ങനെ 3 ഡയമെൻഷനാണ് JK വരും, 2 ഡയമെൻഷനാണ് IJ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. I എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ദാറ്റ്സ് എ യൂണിറ്റ് വെക്റ്റർ along x ആക്സിസ്. അതേപോലെ J എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ along the y ആക്സിസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് I നെ മൾട്ടിപ്ലൈ ചെയ്താൽ x എത്ര ഉണ്ടെന്ന് അറിയാം, y എത്ര ഉണ്ടെന്ന് അറിയാം. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് F എന്ന് പറയുന്നതിന് മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ √FH² പ്ലസ് FV² എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ശരി, എല്ലാം പോട്ടെ. അപ്പോൾ ഞാൻ വെർട്ടിക്കൽ ഫോഴ്സ് എഴുതാം, സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് എഴുതാൻ പോവാണ്. ഇവിടെ ഏതൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട് നോക്കി. F1 നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ഒന്ന് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാം. വെർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ θ1 സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡാണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ട് ഓപ്പോസിറ്റ് വരാം. അപ്പോൾ സൈൻ θ എടുത്ത റിലേഷൻ കിട്ടുമല്ലോ. ഡെഫിനറ്റ്ലി നമുക്ക് F1 സൈൻ θ1 എടുക്കുമ്പോൾ വെർട്ടിക്കൽ കിട്ടും. അതേപോലെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് F1 കോസ് θ1 കിട്ടും. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഞാൻ എഴുതാണ് F1 സൈൻ θ1. ഡെഫിനറ്റ്ലി അത് അപ്വേർഡ് ഡയറക്ഷനാണ്, അതുകൊണ്ട് ഞാനത് പോസിറ്റീവ് എടുത്തു. ഇനി F2 എടുക്കുകയാണ്, സെക്കൻഡ് ഫോഴ്സ് എടുക്കണം. അവിടെയും നോക്കുമ്പോൾ θ2 സംബന്ധിച്ചിട്ട് നമ്മുടെ ആംഗിൾ θ2 സംബന്ധിച്ച് ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അതും നമുക്ക് എന്തായിട്ട് എടുക്കാം, സൈൻ കമ്പോണൻ്റ് ആയിട്ട് F2 സൈൻ θ2 എടുക്കാൻ പറ്റും. ഇനി F3ലേക്ക് വരികയാണ്. F3 എന്ന് പറയുന്ന ഫോഴ്സ് ഇതാണ്, അതിൻ്റെ θ ഇതാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് വരും അല്ലേ. അത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് വരികയും ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ നോക്കിയേ താഴേക്ക് ഡൗൺവേർഡ് ആണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കുക, -F3 സൈൻ θ3 എടുക്കും. ഇനി അടുത്തത് F4 ആണ്. F4ൻ്റെ നോക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് കമ്പോണൻ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് എഴുതാം -F4 സൈൻ θ4 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് വെർട്ടിക്കൽ കമ്പോണൻ്റ് കിട്ടും. ഇനി സിഗ്മ FH എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആദ്യത്തെ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് F1 കോസ് θ ആണ്. ഇനി F2ൻ്റെ നമുക്ക് F2 കോസ് θ2 എടുക്കാം. F3യുടെ കറസ്പോണ്ടിങ് F3 കോസ് θ3 എടുക്കാം. F4 നമുക്ക് F4 കോസ് θ4 എടുക്കാൻ പറ്റും. അപ്പോൾ സൈൻ ഓർത്താൽ മാത്രം മതി. F1 കോസ് θ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക്, അതുകൊണ്ട് പോസിറ്റീവ് എടുത്ത് F1 കോസ് θ1 എടുത്തു. F2 നോക്കി അതിൻ്റെ കോസ് θ കമ്പോണൻ്റ് അങ്ങോട്ടാണ്, ലെഫ്റ്റിലേക്കാണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് എടുക്കാം, F2 കോസ് θ2. F3 അതേപോലെ -F3 കോസ് θ3 എടുക്കാം. അത് F4 എന്ന് പറയുന്നത് ഇയാളുടെ റൈറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് റൈറ്റ് സൈഡിലേക്കാണ്, അപ്പോൾ ഡെഫിനറ്റ്ലി പ്ലസ് എടുക്കാം, F4 കോസ് θ4. അപ്പോൾ ഇത്രയെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടുവാണെങ്കിൽ വി ക്യാൻ സേ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, ശരി. അതേപോലെ ഇതിന് മൊമെൻറ്റ് നോക്കുകയാണെങ്കിലോ, മൊമെൻറ്റ് നോക്കി എല്ലാ ഫോഴ്സും കൺകറൻറ്റ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ മൊമെൻറ്റ് അബൌട്ട് ദാറ്റ് ഒറിജിൻ ഇവെല്ലാം അവിടെ കോയിൻസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 0 കിട്ടുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ.